ഹായ്, അഞ്ചു ദക്ഷാനന്ദ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ FIUGP AC2 മലയാളത്തിലെ BSCക്കാരുടെ മലയാള സാഹിത്യ ആസ്വാദനത്തിലെ ഒരു മൊഡ്യൂളിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് അനുഭവ ആഖ്യാനങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് കഥാസാഹിത്യമാണ്. അത് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പറയുന്നുണ്ട് കഥാസാഹിത്യത്തെക്കുറിച്ചുള്ള സാമാന്യമായിട്ടുള്ള ഒരു വിവരണം. സാമാന്യമായിട്ടും നമ്മൾ കഥ എന്താണ്, ചെറുകഥ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരു കുട്ടി. അതായത് അതിനകത്ത് വരുന്ന മാണിക്യൻ, കരിമ്പുള്ളി, മിണ്ടാപ്പെണ്ണ് എന്നിങ്ങനെ വരുന്ന 2-3 കഥകളും ആണ്. അതിൽ ആദ്യം തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ രീതിയിലാണ് അത് എഴുതുന്നത്, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഒരു കഥയിലേക്ക് കടക്കാൻ. അത് ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് നമ്മൾക്ക് പറയാം. കഥാസാഹിത്യം സാമാന്യ വിവരണം. കൽപ്പിത കഥ അഥവാ ഫിക്ഷൻ. അങ്ങനെ കൽപ്പിത കഥകൾ എന്ന വിപുലമായിട്ടുള്ള പരികല്പനയാണ് ഇവിടെ കഥകൾക്കുള്ളത്. ഇതിനകത്ത് ചെറുകഥ, മിനിക്കഥ, നീണ്ട കഥ, നോവലൈറ്റ്, നോവൽ എന്നിവയെല്ലാം ഇതിൽ പരിഗണിക്കുന്നുണ്ട്. ഘടനാപരമായി ലഘുവായതോ അല്ലെങ്കിൽ ദൈർഘ്യമുള്ളതോ ലളിതമോ അല്ലെങ്കിൽ സങ്കീർണമായതോ ആയ എല്ലാ കഥാഖ്യാനങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്താം. പ്രമേയപരമായിട്ട് ചരിത്രപരം, പുരാണാസ്പദം, നാടോടി, സാമൂഹികം, ശാസ്ത്രാധിഷ്ഠിതം എന്നിങ്ങനെ പലതായും പ്രസ്ഥാനം, കാൽപ്പനികം, യഥാതഥം, ആധുനികം, ഭാവനാത്മകം, റിയലിസ്റ്റിക്, ഉത്തരാധുനികം എന്നിങ്ങനെ നാനാവിധത്തിലും അവ അവതരിപ്പിക്കാം. അല്ലെങ്കിൽ 4 തരത്തിലും അവ തരംതിരിച്ച് നമ്മൾക്ക് കാണാവുന്നതാണ് ഈ കഥകളെ തന്നെ. ചെറുകഥകൾ മിക്കപ്പോഴും കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളോ അനുഭവങ്ങളോ ആവിഷ്കരിക്കുന്നതായിരിക്കും. അത് ഏകാഗ്രതയോടെ വികസിപ്പിക്കുകയും പരിസമാപ്തിയിലെത്തുകയും ചെയ്യും. അതേസമയം സാധാരണ നോവലുകളാവട്ടെ വിശാലമായൊരു ക്യാൻവാസിൽ വളരെയേറെ കഥാപാത്രങ്ങളുടെയും അനേകം സന്ധികളിലൂടെയും പടർന്ന് വികസിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലേ, ഒരു നോവൽ എന്ന് പറയുമ്പോൾ കുറേ സമയം നമ്മൾക്കത് വായിക്കാൻ വേണ്ടി വരും. പക്ഷേ ഒരു കഥ പെട്ടെന്ന് തന്നെ കുറച്ച് പേജുകളേ ഉണ്ടാവുള്ളൂ ഒരു കഥയ്ക്കൊക്കെ. അങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് വായിച്ചു തീർക്കാൻ പറ്റും. ഈ കുറേ പേജുകൾ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, കുറച്ച് ഉള്ളതുണ്ടാവും. പക്ഷേ ഒരു നോവലിൻ്റെ അത്ര ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. നിർവഹണ സന്ധിയിൽ എത്തിച്ചേരാൻ അധിക സമയവും അനേക മാർഗങ്ങളും അത്യാവശ്യമായി തീരുന്നു. വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, രസികരഞ്ജിനി തുടങ്ങിയ പത്രങ്ങളിലൂടെയാണ് ആദ്യകാല മലയാള ചെറുകഥകൾ പ്രകാശിതമാകുന്നത്. ഇംഗ്ലീഷ് ചെറുകഥകളായിരുന്നു അവരുടെ മാതൃക. വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാർ, MR KC, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ, മൂർക്കോത്ത് കുമാരൻ, K സുകുമാരൻ തുടങ്ങിയവരായിരുന്നു ആദ്യകാല കഥാകൃത്തുക്കൾ. കേവല വിനോദത്തിനായി ലക്ഷ്യം വെച്ചുള്ള ലളിതാഖ്യാനങ്ങളോ പുരാണ പദങ്ങളോ പുരാണാസ്പദങ്ങളായ ദുർലഭ രചനകളോ ചരിത്രത്തിലുള്ള വിസ്മയാവിഷ്കാരങ്ങളോ ആയിരുന്നു അവയൊക്കെ തന്നെ. സംഭവ വിവരണ കഥകളാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, രസികരഞ്ജിനി തുടങ്ങിയ പത്രങ്ങളിലൂടെയാണ് ആദ്യകാലത്തുള്ള മലയാള ചെറുകഥകളൊക്കെ പ്രകാശിതമാകുന്നത്. ഇംഗ്ലീഷ് ചെറുകഥകളായിരുന്നു അവരുടെ മാതൃക. വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാരും അതേപോലെ തന്നെ MR KCയും ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനും അമ്പാടി നാരായണ പൊതുവാളും മൂർക്കോത്ത് കുമാരൻ, K സുകുമാരൻ തുടങ്ങിയവരായിരുന്നു ആദ്യകാലത്തുള്ള ഇത്തരത്തിലുള്ള കഥാകൃത്തുക്കളായിട്ട് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേവലം ഒരു വിനോദം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഇതിനൊക്കെ ഉണ്ടായിരുന്നത്. വെറുതെ വായിക്കാം, ഒരു വിനോദമായിട്ട് മാറ്റുകയായിരുന്നു. ദ്വാരക, ഉളിപിടിച്ച കൈ, കല്യാണിക്കുട്ടി തുടങ്ങിയവ സംഭവ വിവരണ കഥകളാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള
കഥകളാണ്, ഒരു സംഭവത്തെ വിവരിക്കുന്ന രീതിയിലുള്ള കഥകളാണ് അന്ന് ഉണ്ടായിരുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇ വി കൃഷ്ണപിള്ള, മുത്തിരിങ്ങോട്ട് ഭവത്രാധൻ നമ്പൂതിരിപ്പാട്, എസ് രാമവാര്യർ, പുളിമാന പരമേശ്വരൻ പിള്ള തുടങ്ങിയവരിലൂടെ മലയാള ചെറുകഥാ സാഹിത്യത്തിന് ശക്തമായ ഒരു അടിത്തറയുണ്ടായി. അവിടെ നിന്നും ഗുണകരമായ വളർച്ചയുണ്ടാകുന്നത് 1930കളിലാണ്. തകഴി, കേശവദേവ്, പൊൻകുന്നം വർക്കി തുടങ്ങിയവരുടെ കഥകളിലൂടെയാണ് അങ്ങനെയൊരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ടായിട്ടുള്ളത്. ലോകഭാഷകളിലെ കഥകളോട് സമശീർഷമായ നിലയിൽ അത് വളർന്നു. നവോത്ഥാന കാതികർ എന്നറിയപ്പെടുന്ന ഇവർ അനാർഭാടമായ ഭാഷയിൽ നിത്യജീവിതത്തിലെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. മൃദുല വികാരങ്ങളേക്കാൾ സാമൂഹ്യ മാറ്റത്തിനുള്ള തീവ്ര അഭിലാഷങ്ങളായിരുന്നു അവർക്ക് പദ്യം. യഥാതഥ സമ്പ്രദായത്തിലായിരുന്നു രചനകൾ. അനീതികൾക്കും അസമത്വങ്ങൾക്കും എതിരെ ജാഗ്രത പുലർത്തുന്ന രചനകളായിരുന്നു അവകൾ. ഫ്രഞ്ച് സാഹിത്യകാരനായ മോപ്പസാങ്ങിൻ്റെ രചനാരീതികൾ പിന്തുടരാനുള്ള കേസരിയെ ബാലകൃഷ്ണപിള്ളയുടെ പ്രേരണ അവരെ സ്വാധീനിച്ചിരുന്നു. സമാന്തരമായി അവിടെ പ്രവർത്തനം ആരംഭിച്ച ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആഹ്വാനങ്ങളും ഇവർക്ക് പരോക്ഷ പിന്തുണ നൽകി. വെള്ളപ്പൊക്കത്തിൻ്റെ നിസ്സഹായ ഭീതി വെളിവാക്കാൻ മുങ്ങിപ്പോയ പുരയുടെ മുകളിലിരിക്കുന്ന പട്ടിയുടെ ചിത്രം മാത്രം മതിയെന്ന് തകഴി കഥയിലൂടെ കാട്ടിത്തരുന്നു. ഋജുവും നേരിട്ടുള്ളതുമായ ഭാഷയിൽ കഥകൾ എഴുതിയ തകഴി തന്നെയാണ് നാട്ടുചരിത്രത്തിൻ്റെയും മിത്തുകളുടെയും ഒട്ടേറെ ഇഴകൾ പിരിച്ചു ചേർത്ത് കയർ എന്ന ബൃഹത് നോവൽ രചിച്ചതെന്നോർക്കണം. ഒരു തൊഴിലാളി പ്രവർത്തകനായി അവരുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി കഥയെഴുതി തുടങ്ങിയ കേശവദേവ് പിന്നീട് കൂടുതൽ വികസ്വരമായ വീക്ഷണങ്ങളിലേക്ക് ചുവടുമാറുന്നുണ്ട്. തനിക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവയുടെ ആഴങ്ങൾ അറിയുകയും ആവിഷ്കരിക്കുകയും ചെയ്ത ദേവ് കേവലമായ കക്ഷി രാഷ്ട്രീയങ്ങൾക്കുപരി എല്ലാ മനുഷ്യരിലുമുള്ള നന്മയിൽ വിശ്വസിക്കുകയും അത്തരം മൂല്യങ്ങളെ എടുക്കുവാനും കഥകളിലൂടെ ശ്രമിക്കുകയും ചെയ്തു. കൊല്ലരുതനിയ കൊല്ലരുത് പോലുള്ള കഥകൾ അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അടിമുടി പ്രക്ഷോഭകാരിയായിരുന്നു പൊൻകുന്നം വർക്കി. പ്രത്യേകിച്ചും മതപൗരോഹിത്യത്തെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. ദുരിതപ്പെടുന്ന സമൂഹത്തിന് നന്മ ലഭിക്കണമെങ്കിൽ യാഥാസ്ഥിതികമായതെല്ലാം തകർക്കപ്പെടണമെന്നയാൾ ശഠിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ പലപ്പോഴും പ്രഭാഷണപരത കൂടുതലാണ്. എന്നാൽ ശബ്ദിക്കുന്ന കലപ്പ പോലുള്ള കഥകളിൽ കർഷകനും കാർഷികോപകരണങ്ങളും തമ്മിലുള്ള വൈകാരിക ബന്ധം കാണിച്ചു തരുവാൻ അദ്ദേഹത്തിനാവുന്നു. മരവും മനുഷ്യനും മൃഗങ്ങളും തിരക്കുകളുമെല്ലാം ഒന്നാകുന്ന ഒരു ദർശനം അദ്ദേഹം പുലർത്തുന്നുവെന്ന് ഇത് കാട്ടിത്തരുന്നു. ഇതേ ദർശനം പ്രാമുഖ്യത്തോടും വ്യക്തതയോടും അവതരിപ്പിക്കുന്നത് മറ്റൊരു എഴുത്തുകാരനും കൂടിയുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ. പിന്നീട് മറ്റൊരു സാമൂഹ്യ പ്രശ്നമായിരുന്ന നമ്പൂതിരി സമുദായത്തിലെ കാര്യങ്ങൾ എടുത്തു പറയുന്നത് മറ്റൊരു എഴുത്തുകാരിയാണ്. നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം നമ്പൂതിരി സമുദായത്തിലെ ആഭ്യന്തര ജീവിതത്തിൻ്റെ ദാരുണതയെയും അന്തർജനങ്ങളുടെ ശോച്യാവസ്ഥകളെയും കുറിച്ചാണ് എഴുതി തുടങ്ങിയത്. സ്ത്രീ കഥാരചനകളിൽ പ്രഥമ സ്ഥാനത്തിന് അർഹയാണവർ. സൗമ്യദീപ്തമായ ഭാഷയിൽ മൃദുലഭാവങ്ങളുടെ ശോകരേഖകളാണ് അവയിലേറെയും. ആ രചനാലോകം നാലുകെട്ടിന് വെളിയിലേക്ക് നീങ്ങുകയും പിന്നീട് കാണാനാവും. ശക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടായിരിക്കുകയും അതുമൂലം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്ന ഗാന്ധിയനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. എന്നാൽ അവയൊക്കെ ഉള്ളിലടക്കി തന്നെയും തൻ്റെ ഉറ്റവരെയും ഒക്കെ കഥാപാത്രങ്ങളാക്കി സമീപസ്ഥവും സ്വാഭാവികവുമായ ചെറിയ ചെറിയ സംഭവങ്ങളെ നിറം പിടിപ്പിക്കാതെ അവതരിപ്പിക്കുകയാണ് ബഷീറിൻ്റെ ശൈലി. ഇതുവരെ അടയാളപ്പെടുത്താതിരുന്ന മുസ്ലിം സമുദായ ജീവിതത്തെ അദ്ദേഹം മലയാള സാഹിത്യ ലോകത്തേക്ക് കൈപിടിച്ചാനയിച്ചു. നാടൻ ജീവിതത്തിൻ്റെ കാരിക്കേച്ചറുകളെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചു. മുച്ചീട്ടു കളിക്കാരൻ്റെ മകളെയും പാവപ്പെട്ടവരുടെ വേശ്യയെയും ഹുന്ത്രാപ്പി ബുസാട്ടോയെയും കുറിച്ചെഴുതി. സാഹിത്യഭാഷയെ നാടൻ വെച്ചുകൊണ്ട് പുതുക്കി പണിയുകയും ചെയ്യുകയായിരുന്നു ബഷീർ.
ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ എഴുതിയ PC കുട്ടിക്കൃഷ്ണൻ്റെ രചനകളുടെ സവിശേഷത അതൊരിക്കലും വായനക്കാരനെ സംഭ്രമിക്കുകയില്ല എന്നതാണ്. നേരെ വിഷയത്തിലേക്ക് കടക്കുകയും സൗമ്യതയോടെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളുടെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കുകയുമാണ് അയാൾ. കഥയുടെ രചനാതന്ത്രങ്ങളിൽ കയ്യൊതുക്കമുള്ള എഴുത്താണ് അദ്ദേഹത്തിൻ്റേത്. ഭാവമാധുര്യവും അംഗലാവണ്യവും അദ്ദേഹത്തിൻ്റെ നീലമല, വെളുത്ത കുട്ടി, നവോന്മേഷം, രാച്ചിയമ്മ, തേൻമുള്ളുകൾ തുടങ്ങിയ കഥകളിൽ ദർശിക്കാം. 50കളോടുകൂടിയാണ് ആധുനികതാവാദം കഥാലോകത്ത് പ്രത്യക്ഷമാകുന്നത്. കാലത്തിൻ്റെ അസ്വസ്ഥതകളെയും കഥാപാത്രങ്ങളുടെ ഏകാന്തയാത്രകളുടെയും പിൻചെന്നാണ് അതിൻ്റെ വികാസം. MT വാസുദേവൻ നായരുടെ കൃതികളിൽ അതിൻ്റെ സ്ഫുരണങ്ങളുണ്ട്. അതീവ ഭാവനാത്മകമായ ഇരുളിനെയും ഏകാന്ത ഭീതികളെയും അദ്ദേഹം വരച്ചിട്ടു. ഇരുട്ടിൻ്റെ ആത്മാവ്, വേദനയുടെ പൂക്കൾ തുടങ്ങി എണ്ണമറ്റ കഥകൾ അദ്ദേഹം രചിച്ചു. സമ്പന്നമാണ് മലയാള നോവലുകളുടെ ശാഖ. സൈബറിടത്തെ ആഖ്യാന വസ്തുവായി സ്വീകരിക്കുന്ന നന്ദകുമാറിൻ്റെ കഥകൾ തികച്ചും നൂതനമായൊരു ഭാവുകത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചെറുകഥാകൃത്തുക്കളിൽ മിക്കവരും നോവൽ രചനയിലേക്ക് പ്രവേശിക്കുന്നതായും നമുക്ക് കാണാനാകും. ഓൺലൈൻ മാഗസീനുകളുടെയും ബ്ലോഗുകളുടെയും സമൃദ്ധിയിലൂടെ നമ്മുടെ കഥാലോകത്തിൻ്റെ വ്യാപനശേഷിയും വളരെ അധികം വിപുലപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോവലുകളെക്കുറിച്ച് പറയാം. ഏതായാലും കുറച്ച് സമയമായല്ലോ നമ്മൾ ഈ കഥകളെക്കുറിച്ച് പറയുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോവലുകളുടെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.